നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിതാസ് ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ലുക്കോറിയ അഥവാ വെള്ളപ്പോക്ക് എന്നറിയപ്പെടുന്ന രോഗത്തെക്കുറിച്ചാണ്. പല സ്ത്രീകളും ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലാകാതെയും പുറത്തു പറയാനുള്ള മടി കൊണ്ടും രഹസ്യമായി വെക്കാറാണ് പതിവ്. എന്നാൽ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അസഹനീയമായി വരുമ്പോഴാണ് പലരും പുറത്തു പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിലെ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടക്കത്തിലെ എടുക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗത്തിൽ നിന്ന് മുക്തരാകാൻ സാധിക്കുന്നതാണ്. എന്നാൽ വൈകുന്തോറും ഇതിന്റെ രോഗമുക്തിക്ക് കാലതാമസം എടുക്കുകയും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അസഹനീയമായി വരികയും ചെയ്യുന്നു. അസ്ഥിസ്രാവം എന്ന ഈ ഒരു രോഗത്തിന് പേരുള്ളതിനാൽ അസ്ഥി ഉരുകിപ്പോകുന്ന ഭയാനകമായിട്ടുള്ള ഒരു അസുഖമായി പലരും ഇത് തെറ്റായി ധരിച്ചിട്ടുണ്ട്. ചില പ്രത്യേകതരം രോഗാണുക്കൾ പുരുഷ ലിംഗാഗ്രത്തിലോ യോനി നാളത്തിലോ ഇരുന്നാണ് പരസ്പരം ഈ ഒരു രോഗം കൈമാറുന്നത്. ട്രൈക്കോമോണസ് വജൈനാലിസ്, മൊണീലിയ എന്നീ 2 രോഗാണുക്കളാണ് പ്രധാനമായും ഈ രോഗം ഉണ്ടാക്കുന്നത്. ഈ രോഗാണുക്കളെ ലാബ് ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ശരീരം ഒരുപാട് മെലിഞ്ഞു പോവുക, അതിയായ ക്ഷീണം ഉണ്ടാകുക, വജൈനയുടെ ഭാഗത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുക, അടിവയർ വേദന, ഇത്തരം സിംറ്റംസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നതും ഈ സിംറ്റംസ് പറഞ്ഞായിരിക്കും നിങ്ങൾ ഡോക്ടറെ ആദ്യമായി കാണാൻ പോകുന്നത്. എന്നാൽ ലുക്കോറിയയാണെന്ന് തിരിച്ചറിയാതെ ഈ സിംറ്റംസിന് മാത്രം പരിഹാരം കണ്ടെത്തുന്നതാണ് ഈ ഒരു രോഗം മൂർച്ഛിക്കാനുള്ള പ്രധാന കാരണം. ഈ രോഗം പിടിപെട്ട സ്ത്രീകളുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഈ ഒരു രോഗം പകരാൻ കാരണമാകുന്നു. ഇതിനുവേണ്ടി മരുന്ന് കഴിച്ചു തുടങ്ങുന്നതിന് മുന്നേ വയറിളക്കുന്നത് വളരെയധികം നല്ലതാണ്. ഈ രോഗമുള്ളവർ നെയ്യും പാലും ധാരാളം ഉപയോഗിക്കുകയും പുളി കുറയ്ക്കുകയും ചെയ്യുക. ഇതിനോടൊപ്പം പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കുക. ഇനി പറയുന്നത് ഈ ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം സുഖം പ്രാപിക്കാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളാണ്. ചെമ്പരത്തി വേരോ കുറുന്തോട്ടി വേരോ ചതച്ച് കഷായം വെച്ച് ദിവസവും 2 നേരം ഒരാഴ്ച കഴിക്കുന്നതിലൂടെ തുടക്കക്കാരിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു ഒറ്റമൂലിയാണ്. അകത്തിയുടെ പൂവ് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത ശേഷം പാലിൽ ചേർത്ത് കഴിക്കുന്നതും ഉത്തമമാണ്. ശതാവരി ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഞെരിഞ്ഞിൽ പൊടി ചേർത്ത് പാല് കാച്ചി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അടപതിയും കിഴങ്ങും ചന്ദനവും ചേർത്ത് കഷായം വെച്ച് കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ്. ഇത് കൂടാതെ മുസ്ലി കതിരാതി കഷായം, ശതാവരി ഗുളവും കണ്ടീഷൻ അനുസരിച്ച് എടുക്കുന്നത് ഉത്തമമായ ഔഷധങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് വെള്ളപ്പോക്ക് എന്ന് പറയുന്ന അസുഖത്തെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഒരു രോഗവുമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ഈ രോഗത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. എത്രയും വേഗം ട്രീറ്റ്മെന്റ് എടുത്ത് മാറ്റുവാനും ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനും ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.